അങ്ങനെ പ്രേക്ഷകർ പറഞ്ഞ് ശൈത്യ എവിക്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ച 2 എവിക്ഷനും ഒരു വാക്കൗട്ട് നടന്നിരിക്കുകയാണ്. അത് വീക്കെൻഡിൽ തന്നെയാണ് വാക്കൗട്ട് നടന്നത്, 2 എവിക്ഷനും നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബിഗ് ബോസിനായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ പുറത്ത് നടക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് റിവ്യൂവേഴ്സിന്റെ റിവ്യൂ മാന്യമായിട്ടാണോ, അത് എന്താണ് ട്രാൻസ്പെറന്റ് എന്നല്ല, നിഷ്പക്ഷമായിട്ടാണോ, ന്യൂട്രൽ ആയിട്ടാണോ റിവ്യൂ ചെയ്യുന്നത്, അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. പിന്നെ ഒരു കാര്യം പറയാം, ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടൻ വന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. അപ്പൊ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോവാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുകയും വേണം. ആദ്യം മറ്റേ റിവ്യൂവിന്റെ കാര്യം പറയാം. അതായത് ഇപ്പം ഇന്ന് മുതൽ എന്തോ യൂട്യൂബില് PR വർക്കേഴ്സ് വന്ന് റിവ്യൂവേഴ്സിന്റെ കമന്റ് ബോക്സിൽ നിന്ന് തെറി വിളിക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. അതിൽ 1-2 റിവ്യൂവേഴ്സ് ഇപ്പം ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒന്ന് സംസാരിക്കാൻ തോന്നി. ഞാൻ ബിഗ് ബോസ് ഷോ കാണാൻ തുടങ്ങിയത് എന്റെ ബിഗ് ബോസ് മലയാളം ഫസ്റ്റ് ഷോ. പിന്നെ ഇതിന് പുറത്തൊരു മലയാളത്തിന് പുറത്തൊരു ഷോ ഞാൻ സീസൺ ഫുള്ള് കണ്ടത് ബിഗ് ബോസ് തമിഴാണ്. സീസൺ 8 തമിഴാണ്. പക്ഷെ അത് നമ്മുടെ മലയാളം പോലെ തന്നെയാണ് ഏകദേശം, പക്ഷെ ഒരു പടി മുകളിലാണെന്ന് മാത്രം. അപ്പൊ ഒരുപാട് അതിലും PR അടക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റിവ്യൂസ് ഞാൻ കാണാൻ തുടങ്ങിയത് ഏകദേശം സീസൺ 4 മുതലാണ് ഞാൻ റിവ്യൂസ് കാണാൻ തുടങ്ങിയത്. അപ്പൊ റിവ്യൂസിൽ ഞാൻ കമന്റ് എന്റേതായിട്ടുള്ള കമന്റ്, അതായത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എങ്ങനെ കമന്റ് ഈ റിവ്യൂ ബിഗ് ബോസ് റിലേറ്റഡ് കമന്റ് ഇടാൻ തുടങ്ങിയത് സീസൺ 5 തൊട്ടോ 6 തൊട്ടോ എന്തോണം ഞാൻ എനിക്ക് തോന്നുന്നു 6 തൊട്ടാണ് ഞാൻ കമന്റ് ഇടാൻ തുടങ്ങിയത്. അതായത് എന്റെ ഒരു ഒപ്പീനിയൻ ഇവര് റിവ്യൂ പറയുമ്പോൾ ഞാൻ അതിൽ കമന്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പം എന്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ ഇപ്പൊ ഈ റിവ്യൂ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പൊ അത് ഒരുപാട് പേര് കാണാനില്ല, 1091 എന്തോ പേര് സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് 100 പോലും തികച്ചിട്ടില്ല. എനിവേ ഇറ്റ്സ് അബൌട്ട് ഞാനൊരു റിവ്യൂ ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. നമ്മൾ പറയുന്ന റിവ്യൂസ് ആ എപ്പിസോഡായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കണം. അവരുടെ ഗെയിം എങ്ങനെയായിരുന്നു, ഇവരുടെ ഗെയിം അത് ആ എപ്പിസോഡിൽ കണ്ട ഒരു റിവ്യൂ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആൻഡ് അതുപോലെ തന്നെ കണ്ട കാര്യം കണ്ടതുപോലെ പറയുന്നു. ആ കണ്ട കാര്യം കണ്ടതുപോലെ പറയുന്നതിന് അവരെ പോയിട്ട് വീട്ടിലിരിക്കുന്നവരെ പറ്റിയിട്ട് തെറി വിളിച്ച് മോശമായി സംസാരിച്ചും ഒക്കെ കമന്റ് ഇടുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ കമന്റ് ഇടുന്ന ഒരു PR വർക്കോ അല്ലെങ്കിൽ ഫാൻ ബേസ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് വരുന്നതെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റ്, അകത്ത് നിൽക്കുന്ന ആ കണ്ടസ്റ്റന്റിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആ കണ്ടസ്റ്റന്റിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആ കണ്ടസ്റ്റന്റിന് വോട്ട് കൊടുക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ അതിനിപ്പം അവർ കളിക്കുന്ന ഗെയിം നെഗറ്റീവ് ആയിരിക്കും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിവ്യൂവേഴ്സ് പറയും, മറ്റുള്ളവർ കമന്റ് ഇടും. അതിനെ പോയിട്ട് തെറി വിളിക്കേണ്ട കാര്യമില്ല. കാരണം അത് അവര് പറയട്ടെ, ഇവര് പറയട്ടെ. അതിനെ പോയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്താണെങ്കിലും അതിനെ പോയിട്ട് ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ അതിന്റെ ഫാൻ അറിയാം, പക്ഷെ നിങ്ങൾ ആ കണ്ടസ്റ്റന്റ് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന ആയിരിക്കാം. അല്ലാതെ തന്നെ വേറൊരു ഡീഗ്രേഡിങ് ഉണ്ട്. അതായത് മറ്റൊരാളുടെ PR വന്നിട്ട് ഇന്നയാളുടെ ഫാൻ ആണെന്ന്, അയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫാൻ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് അവരെ തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ച് തന്നെ എന്ത് ചെയ്യും, മറ്റുള്ളവരെ പോയി തെറി വിളിക്കുക. അപ്പൊ അതിന്റെ പേര് വോട്ട് കുറയ്ക്കുക. അങ്ങനെയുള്ള ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ അത് വളരെ മോശമാണ്. ഇതൊരു ജസ്റ്റ് എ ഗെയിം ഷോ, ഇറ്റ്സ് ജസ്റ്റ് എ റിയാലിറ്റി ഷോ. റിയാലിറ്റി ഷോയിന് അവർക്കൊരു ലൈഫ് ഉണ്ട്, കണ്ടസ്റ്റൻസിന് ഒരു ലൈഫ് ഉണ്ട്, നമുക്കൊരു ലൈഫ് ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. ആൻഡ് അപ്പം ഇന്ന് നമ്മുടെ എപ്പിസോഡിലേക്ക് പോരാം. എപ്പിസോഡിൽ ഇന്ന് ശൈത്യയാണ് എവിക്റ്റ് ആയത്. ശൈത്യക്ക് വോട്ട് കുറവായിരുന്നു. അത് മാത്രമല്ല അപ്പാനിയുടെ ഇതിൽ പറയുമ്പോൾ തന്നെ ശൈത്യ എന്തിനാ അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അത് മാത്രം ശരിയാണ്. ശൈത്യ അതുപോലെ തന്നെ വേറെയും അപ്പാനേക്കാൾ അൺഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെയുള്ളവർ നിൽക്കുമ്പോ എന്തിനാണ് അപ്പാനി എവിക്റ്റായി, എങ്ങനെയാണ് അപ്പാനി എവിക്റ്റായി എന്നത് കൺഫ്യൂസ്ഡ് ആണ്. അത് മാത്രമല്ല അപ്പാനി എവിക്റ്റ് ആവാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് താനും. എനിവേ ശൈത്യ എവിക്റ്റഡ് ആണ്. അതിൽ മാത്രമല്ല അനിമോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കൺഫ്യൂഷൻ റൂമിൽ പോയി കരഞ്ഞിട്ടൊക്കെയാണ് ശൈത്യ ഇറങ്ങി പോകുന്നത്. ആൻഡ് ഇന്ന് വൈൽഡ് കാർഡിലെ കൊന്നു വെച്ചില്ല ചേട്ടൻ, പ്രത്യേകിച്ച് മസ്താനിയെ കൊന്ന് വലിച്ചു കീറി വലിയ ഇന്നലെ കാണിച്ച ആ ഒരു ഇതൊന്നും ഫയറൊന്നും ഇല്ലായിരുന്നെങ്കിലും
മസ്താനിയെ ഒന്നും എക്സ്പോസ് ചെയ്തു ലാലേട്ടൻ നിന്ന്, സീരിയസ്ലി എക്സ്പോസ് ചെയ്തു. അതിനിടയ്ക്ക് അനുമോക്കും കിട്ടിയ ഒരു കൊട്ട്. പിന്നെ അത് മറ്റേ ഈ അനുമോൾ എന്താ മസ്താനിയെ പറഞ്ഞ് മസ്താനി ജിസേലിനെ പോയി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു കൊട്ട് അനുമോക്കും കിട്ടി. എനിവേ ഇന്ന് അത് മാത്രമല്ല വൈൽഡ് കാർഡ്സിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വൈൽഡ് കാർഡ്സ് ഇവര് 4 പേര് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഈ സാബുമാൻ എന്താണ് എന്തോ ഒരു പേഴ്സണൽ എനിക്ക് തോന്നില്ല. അവർ ഒറ്റക്കെട്ടായിട്ട് അവർ ഓരോ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് അത് ഗെയിം പറയുമ്പോൾ സാബുമാൻ മാത്രം എന്താ ഇവര് ഉള്ള ഈ ലക്ഷ്മിയും മസ്താനിയും പറഞ്ഞ കാര്യം ഒന്നാണ്, അതായത് വൈൽഡ് കാർഡ്സിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാക്കി കണ്ടസ്റ്റൻസ് ഗ്രൂപ്പായിട്ട് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അത് ഉള്ള കാര്യമാണ്, അത് ഉള്ളതുപോലെ ഇവർ തുറന്നു പറഞ്ഞു. ഈ സാബുമാനാണെങ്കിൽ സാബുമാൻ്റെ ഇവർ എടുത്തില്ല, കാരണം സാബുമാൻ കൂടുതൽ മിങ്കിളാവാനാണ് നോക്കിയത്. സാബുമാൻ ഉള്ള കാര്യം പറഞ്ഞത്, പക്ഷെ ഇവരെ ഇവരെ എന്ത് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, അത് സാബുമാന് തുറന്നു പറയാൻ ആയിരുന്നു എന്ന് എനിക്കൊരു തോന്നി. ആൻഡ് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വന്നിട്ട് എപ്പിസോഡിന്റെ ആ ഒരു പാറ്റേൺ വരെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വന്നിട്ട് മമ്മൂക്കയുടെ ആ ഡ്രസ്സൊക്കെ ഇട്ടാണ് ലാലേട്ടൻ വരുന്നത്. മമ്മൂക്കയ്ക്ക് ബർത്ത്ഡേ വിഷ് നൽകുകയാണ്, വീട്ടുകാരെ കൊണ്ട് വീട്ടിൽ ചെന്ന് ബർത്ത്ഡേ വിഷ് മമ്മൂക്കയ്ക്ക് വേണ്ടി നൽകുകയാണ്. ഇതിനുശേഷം ബിബിയുടെ അനൗൺസ്മെന്റ് വരും, അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന നല്ല കോസ്റ്റ്യൂം ആണല്ലോ ലാലേട്ടന്നൊക്കെ ബിഗ് ബോസും അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ അനീഷ് ഫീറ്റ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയില്ല, അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. വലിയ എന്താ ആകെ എത്തി എന്തെങ്കിലും സംസാരിച്ചത് ഞാൻ പറയാം. ഒന്ന് കിച്ചണിൽ നടന്ന കിച്ചണിൽ വെള്ളം ചേർത്ത് സാമ്പാർ ഉണ്ടാക്കിയെന്ന കാര്യം, പിന്നെ തുണി എറിഞ്ഞെന്ന കാര്യം, ഇതിലൊക്കെയാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ടോക്ക് നടന്നത്. അത് മാത്രമല്ല ഇവർ പരസ്പരം പറയുന്ന എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പരസ്പരം ഇവരെന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ച് പറയണമെന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നി. കാരണം അങ്ങനെ പറയുന്നെങ്കിൽ ഒരു കാര്യം കറക്റ്റ് ക്ലിയർലി ഈ ആരെയും എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ബർജന്റെ പെയിൻസിനെ അവിടെ വയ്ക്കാത്തോണ്ട് ഞാൻ എടുത്ത് ലക്ഷ്മിയുടെ തുണി എടുത്ത് മുകളിൽ ഇട്ടു എന്ന്. എന്ത് ന്യായമാണ് കാര്യം പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നിട്ട് വൈൽഡ് കാർഡ്സ് എന്തൊക്കെയോ പറയുന്നു, അക്ബർ എന്തൊക്കെയോ പറയുന്നു, ബാക്കി വീട്ടുകാരെന്തൊക്കെയോ പറയുന്നു. ലാലേട്ടൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെ കിളി പോയ പോലെ കണക്കാണ് തോന്നിയത്. പിന്നെ അതുപോലെ ജിസേൽ ഈ അനീഷിന്റെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ജിസേലിന്റെ പാട്ടിനെ പറ്റിയിട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ. പിന്നെ വൈൽഡ് കാർഡ്സിന്റെ പണീനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പം ജിഷിൻ അവിടെ അക്ബർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായല്ലോ, അതായത് ഡ്രസ്സ് എടുക്കേണ്ട കാര്യത്തില്. അപ്പൊ അതിന് എന്താണ് ജിഷിൻ കളിച്ചു എന്ന് പറഞ്ഞിട്ട് ജിഷിന് ലാലേട്ടന്റെ ഒരു ടീഷർട്ട് ലാലേട്ടൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ആൻഡ് പക്ഷെ ജിഷിൻ അവിടെ പറഞ്ഞ ആർഗ്യുമെന്റ് ലാലേട്ടൻ പൊളിച്ചു. അതായത് നമ്മുടെ ആ ഡ്രസ്സ് അകത്ത് ഇറങ്ങുന്ന ഞാൻ കറക്റ്റ് ടൈമിൽ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞ് ജിഷിൻ അവിടെ ആർഗ്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ലാലേട്ടൻ വീഡിയോ കാണിച്ച് പൊളിച്ചു കൊടുത്തു. എനിക്ക് പറഞ്ഞ ജിഷിൻ ഓരോ കണ്ടന്റ് പറയുമ്പോഴും അത് നിലനിൽക്കാത്ത ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ജിഷിന്റെ എല്ലാ വാദങ്ങളും ലാലേട്ടൻ പൊളിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ലക്ഷ്മിയും ഇന്ന് നന്നായിട്ട് എക്സ്പോസ് ചെയ്ത് വിട്ടു. അതിനേക്കാൾ ഉപരി മസ്താനെ എക്സ്പോസ് ചെയ്ത് വിട്ടു. പ്രവീണിനെ വലുതായിട്ട് തൊട്ടില്ല, പക്ഷെ പ്രവീണിനെ തൊട്ടിച്ചുണ്ടായിരുന്നു. അത് ഇന്നലെ പ്രവീൺ ഇത്തിരി ആക്റ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു. സാബുമാനെ തൊട്ടിച്ചേ ഇല്ല, സാബുമാന്റെ അടുത്തേ പോയിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ ലക്ഷ്മി അക്ബറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അക്ബറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് പറയുന്നുണ്ട്, അറുപ്പ് തോന്നുന്ന രീതിയിലാണ് അക്ബറോട് സംസാരിക്കുന്നതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, അറുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ പറഞ്ഞു തീർത്തു. ഇനി ടോപ്പി ടാസ്കിന്റെ അനാലിസിസ് നടത്തുകയാണ്, ടോപ്പി ടാസ്കിനെ പറ്റിയിട്ട് ഒരു അനാലിസിസ് അവിടെ നടത്തുകയാണ്. പിന്നെ അതിനുശേഷം എന്താണ് മറ്റേ ഡയറക്റ്റ് നോമിനേഷൻ അതിനെയൊക്കെ പറ്റിയിട്ട് മറ്റേ സ്റ്റോറി അനാലിസിസ്, ഡയറക്റ്റ് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ആയിട്ട് അനാലിസിസ് ചെയ്തിട്ട് സ്റ്റോറി ഇവര് പറഞ്ഞല്ലോ, വൈൽഡ് കാർഡ്സ് സ്റ്റോറി പറഞ്ഞല്ലോ. അപ്പൊ സ്റ്റോറി പറഞ്ഞതിന്റെ ബേസിൽ ഒരാളെ സെലക്ട് ചെയ്തു നോമിനേഷൻ ഫ്രീ ആയിട്ട്, അത് ജിഷിനെ സെലക്ട് ചെയ്തു. ബാക്കിയുള്ളവർ ഡയറക്റ്റ് നോമിനേഷനിലായി. പിന്നെ വൈൽഡ് കാർഡുകൾക്ക് കുറച്ച് ഉപദേശം കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ഷോ ആണ്, അങ്ങനെയാണ് ഇങ്ങനെ. വൈൽഡ് കാർഡുകൾക്ക് ആ 4 പേർക്ക് ഓരോ ഉപദേശം, ജിഷിൻ ഒഴിച്ച് ബാക്കി 4 പേർക്ക്, ജിഷിൻ ഉൾപ്പെടെ തന്നെ, പക്ഷെ 4 പേരാണ് എണീച്ച് നിന്നത്, അവർക്ക് ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ആൻഡ് അതിനുശേഷം തുണിയുടെ അടിയും കിച്ചന്റെ അടിയാണ്, അതായത് തുണി ടാസ്കിന്റെ പേരിലുള്ള അടിയും കിച്ചൻ ടാസ്കിന്റെ പേരിലുള്ള അടിയും അവിടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനെ പറ്റി അനാലിസിസ് ചെയ്യുന്നുണ്ട്. ആര്യനെ കൊണ്ട് തന്നെ തുണി എടുപ്പിക്കാനുള്ള പരിപാടിയാണ് ലാലേട്ടൻ ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ പ്രൊമോയില് കണ്ട കണക്ക് നെവിനെ പൊക്കുന്നത്. അതായത് നെവിന്റെ ക്യാപ്റ്റൻസി പറ്റിയിട്ട് അന്ന് ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്യാണ്. ഈ അനീഷിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അനീഷ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനീഷ് നല്ലൊരു ഗെയിമറാണ്. അഫ്കോഴ്സ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നു, കണ്ടന്റ് കുറവാണ്, ഗെയിം കളിക്കുന്നു. പക്ഷെ
അനീഷിന് ഒരു എന്താ പറയണ ഒരു ജലസ് ഉണ്ട്. അതായത് അനീഷ് മാത്രം നല്ലത്, ബാക്കിയുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അങ്ങനെ എന്തെങ്കിലും പറയാം, ഒരു എന്താ ബാക്കിയുള്ളവരൊന്ന് മോശം, അങ്ങനെ ഒരു ബിഹേവിയർ, അങ്ങനെ ഒരു തോട്ട് അനീഷിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്തു. കാരണം നെവിന്റെ ക്യാപ്റ്റൻസി വലിയ ബെസ്റ്റ് ഒന്നും അല്ല, എന്നാലും കൊള്ളാമായിരുന്നു. ഒരു നല്ല വാക്ക് അനീഷിന് പറയാമായിരുന്നു എനിക്ക് തോന്നി. ആരും പറഞ്ഞില്ല, അത് വേറെ കാര്യം. നെവിന്റെ ക്യാപ്റ്റൻസി നന്നായിരുന്നു എന്ന് അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ നെവിന്റെ ക്യാപ്റ്റൻസി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കാരണം ഇതില് നമ്മുടെ നെവിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായി, ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ ഒരു അവരൊരു പോസ്റ്റ് ഇട്ടു, അതിലൊക്കെ നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു നെവിന്റെ എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിന് ശേഷം മസ്താനി പൊക്കുകയാണ്. മസ്താനി പൊക്കിയിട്ട് മസ്താനിയെ നന്നായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് മസ്താനിക്ക് ഇവിടെ പണിഷ്മെന്റ് കൊടുക്കുകയാണ്. 2 വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ പ്ലസ് മസ്താനിയുടെ പെട്ടി ബിഗ് ബോസ് ഇഷ്ടമുള്ളപ്പോഴേ തിരിച്ചു കൊടുക്കുള്ളൂ. അതിന് മസ്താനിക്ക് കുറച്ച് നാളത്തേക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന യൂണിഫോമും കാര്യങ്ങളും അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് മസ്താനിക്ക് പണിഷ്മെന്റ് വന്നു. ഇതിനുശേഷം കിച്ചനെ പറ്റിയിട്ട് പിന്നെ ലക്ഷ്മിയും മസ്താനിയും വന്ന് കംപ്ലൈന്റ് പറയാണ്, കിച്ചൺ ക്ലീൻ ചെയ്യുന്ന കാര്യം, വെസൽ ക്ലീൻ ചെയ്യുന്ന കാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ വഴക്കുണ്ടാക്കുക. മസ്താനി ആ ഒരു ആർഗ്യുമെന്റ് പിന്നെയും ലക്ഷ്മിയും മസ്താനിയും കൂടെ എടുത്തോണ്ട് വരികയാണ്. അതിന്റെ പേരിൽ പിന്നെ അവിടെ ഒരു ആർഗ്യുമെന്റ്സും ക്ലാഷും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ അതിനെല്ലാം തൊട്ട് വിട്ടു കേട്ടോ. ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നന്നായി കളിക്ക്. ലാലേട്ടൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഭാഷകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് എവിക്ഷനിലോട്ട് പോവാണ്. എവിക്ഷനില് ആര്യൻ, ജിസയില്, അനിമോള്, ശൈത്യ ഇത്രയും പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും സേവ്ഡ് ആണെന്ന് ലാലേട്ടൻ ഒരു ഇത് തുറന്നിട്ട് സേവ്ഡ് ആണെന്ന് അറിയുകയാണ്. എന്നിട്ട് ആര്യനെയും ജിസയിലെയും ഫസ്റ്റ് കൺഫഷൻ റൂമിൽ വിട്ട് അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് പറഞ്ഞു തീർക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. അപ്പം ആര്യം പറയുന്ന ഒരു കേസ് ഉണ്ട്. അവർ സംസാരിക്കുന്നത് ഗെയിമിനേക്കാൾ ഉപരി നമ്മൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. തിരുപ്പാതികയാണ് സംസാരിക്കുന്നത്, ഒരു ഹിന്ദി ബിഗ് ബോസ് ലെവലിലാണ് സംസാരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു സീരിയസ്ലി. രണ്ടാമതായിട്ട് അനിമോളും ശൈത്യയും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കരച്ചിലായിരുന്നു. അനിമോളും കരച്ചിലായിരുന്നു, ശൈത്യയും കരച്ചിലായിരുന്നു. പക്ഷെ ശൈത്യ പറയുന്ന ആർഗ്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് ഞാൻ ഇതുവരെ ആയിരുന്നു ഒന്നിന്റെ പറ്റി ഒരു കാര്യവും മോശം കാര്യവും ഞാൻ മറ്റൊരാളോട് പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളം അത് വേറെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആദിലെ നൂറ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നീ കാരണം എന്നൊക്കെ അനിമോളും പറയുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മോടുന്നു, കരയുന്നു, പുറത്തു വരുന്നു. ശൈത്യ എവിക്റ്റഡ് ആണെന്നുള്ള ആ ക്യൂ കാർഡ് ലാലേട്ടൻ കാണിക്കുന്നു. അപ്പം ശൈത്യ എവിക്റ്റഡായി. ശൈത്യയുടെ ജേർണി വീഡിയോ കാണിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ശൈത്യനെ തിരിച്ച് വീട്ടിലുള്ളവരെ ശൈത്യനെ കാണിച്ചു കൊടുത്തില്ല. എന്തോ എന്തായാലും. പിന്നീട് ലാലേട്ടൻ വന്ന് പറയാണ് കുറച്ച് നല്ല ടാസ്കുകൾ വരാൻ പോവാണ്, നന്നായി കളിക്കാന്ന് പറഞ്ഞ് ലാലേട്ടൻ പോവാണ്. ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് സർക്കസ് ടാസ്കും പിന്നെ ഇൻഡസ്ട്രി ഒരു ഫാക്ടറി ടാസ്കും ഒക്കെ വരുന്നുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. സർക്കസ് ടാസ്ക് മറ്റേ ടാസ്ക് ആയിരിക്കും, ഇത് കളിക്കുന്ന ടാസ്ക് ആയിരിക്കും. പിന്നെ ഫാക്ടറി ടാസ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി സീസൺ 8 തമിഴ് സീസൺ 8 മറ്റേ ഒരു ഫാക്ടറി ടാസ്ക് കൊടുത്തില്ല, അതുപോലത്തെ ഒരു ടാസ്ക് വല്ലതും ആണെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അത് അത്യാവശ്യം നല്ല ടാസ്ക് ആണ് സീസൺ 8. അതായത് എല്ലാവരും പണി എടുത്തുകൊണ്ടേയിരിക്കണം, അതായത് ലേബേഴ്സ് ഉണ്ടാവും, മുതലാളി ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാവും, ഇവർ തമ്മിൽ പണിയെടുക്കണം. അങ്ങനെ നല്ലൊരു ടാസ്ക് ആയിരുന്നു അത് സീസൺ 8 തമിഴ് സീസൺ 8 ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടാസ്ക് ആണെങ്കിൽ കൊള്ളാം. സത്യം പറഞ്ഞ ഈ കഴിഞ്ഞ 2 സീസണിലുമായിട്ട് ബിഗ് ബോസിന്റെ ടാസ്കുകൾ സീസൺ 5 തൊട്ട് ആ പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സീസൺ 5 ആകെ പ്രേക്ഷകർക്ക് ഇഷ്ടം മാണിക്കക്കല്ല് ടാസ്ക് മാത്രമാണ്, അല്ലാതെ വേറൊരു ടാസ്കും പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. സീസൺ 6 ഒരു ടാസ്കും പ്രേക്ഷകർക്ക് വലിയൊരു ടാസ്കുകളൊന്നും ഉണ്ടായിട്ടില്ല. മൊത്തം പവർ റൂം ടാസ്കുകളായിരുന്നു, പവർ റൂം ഇട്ട് തുലച്ചു. പിന്നെ ഈ സീസണിലും അങ്ങനെ ഒരു വലിയ നല്ല ടാസ്കുകളൊന്നും വരുന്നില്ല. ഒരു വീക്ക്ലി ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ കാണാൻ ഇൻട്രസ്റ്റ് ആണ്. ആ സീസൺ 4 എന്ത് നല്ല വീക്ക്ലി ടാസ്കുകളായിരുന്നു. ആ കോയിൻ ടാസ്ക്, കോൾ സെന്റർ ടാസ്ക്, പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ ടാസ്ക്, എന്ത് നല്ല ടാസ്ക് ആയിരുന്നു. ഹോട്ടൽ ടാസ്ക് സീസൺ 5 സീസൺ 6 തുലച്ചു കളഞ്ഞു. ഇനി കൊടുക്കോ ഇല്ലെന്ന് അറിയില്ല. അതൊക്കെ 50 ദിവസം 60 ദിവസം ആകുമ്പോഴേ കൊടുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ എനിക്ക് സീസൺ 3 ടാസ്കുകൾ ഒരുപാട് ഇഷ്ടമായി. സീസൺ 3 അത്യാവശ്യം നല്ല ടാസ്കുകളായിരുന്നു, എല്ലാവരും ഒത്തൊരുമയോടെ കളിച്ച നല്ല ടാസ്കുകളായിരുന്നു. പിന്നെ സീസൺ 4 അതുപോലെ നല്ല ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം
സൗകര്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള അതൊക്കെ നല്ല ഇവർക്ക് ഒത്തൊരുമിച്ച് കളിക്കാൻ പറ്റിയ ടാസ്കുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഇത്തിരി അടി അങ്ങനെ എന്തെങ്കിലും വീക്ക്ലി ടാസ്കുകളൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. ഇങ്ങനെ നോക്കാം. പിന്നെ അതിനുശേഷം നൂറ് അവിടെ പറയുന്നു, ഷാനവാസ് പറയാണ്, ഷാനവാസ് വീട്ടിനകത്ത് കയറിയിട്ട് പറയാണ് ലാലേട്ടൻ പോയതിനു ശേഷം ഞാൻ ഈ എപ്പിസോഡിൽ ഇല്ലാത്ത ഉർവശി ശാപ ഉപകാരമായിരുന്നു. അതായത് എന്നെ ഇവരെല്ലാവരും മാറ്റി നിർത്തിയത് നന്നായി, അതുകൊണ്ട് ലാലേട്ടന്റെ വായിരിക്കണത് എനിക്ക് കേൾക്കേണ്ടി വന്നില്ല. ആദിലോട് പറയാണ് ഷാനവാസ്. പിന്നെ ആദിലും നൂറയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അത് അനീഷിനെ പറ്റിയിട്ടാണ്. അതായത് അനീഷാണ് ഇവിടെ അനീഷ് ഇസ് പ്ലേയിങ് അലോൺ ഗെയിം, അനീഷ് ഇവിടെ അലോൺ ആയിട്ട് ഗെയിം കളിക്കുകയാണ്, അത് നല്ല ഗെയിമാണെന്ന് ന്യൂന പറയുന്നുണ്ട്. ആൻഡ് അതിലേക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന ഭാഷകൾ മോശമായിട്ട് പോകരുത്, അത് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ആദിലിനെ പറഞ്ഞ് ഉപദേശിക്കുന്നു. എപ്പിസോഡ് തീരുന്നു. വലിയ കണ്ടന്റിന്റെ എല്ലാ കാര്യങ്ങളും ഒരു അനാലിസിസ് പോലെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഇത്തിരി കൂളായിരുന്നു ലാലേട്ടൻ. ഏതായാലും വീക്കെൻഡ് എപ്പിസോഡ് എൻജോയ് ചെയ്തു. രണ്ടുപേര് എവിക്റ്റായി, ഒരാൾ വോക്കൗട്ടായി. ഇനി ഇവരെ ഗെയിം മാറുമോ? കാരണം എവിക്റ്റ് ആയത് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് എവിക്റ്റ് ആയത്. നമുക്ക് നോക്കാം ഇനി മാറുമോ ഇവരുടെ ഗെയിം എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇത്രേ പറയാനുള്ളൂ, കാരണം വലിയ രീതിയിലൊന്നും ഇന്നത്തെ ടാസ്ക് ഇന്ന് എപ്പിസോഡിലൊന്നും പറയാനില്ലായിരുന്നു. നമുക്ക് നോക്കാം. എനിവേ താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.